നിങ്ങളൊക്കെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വീഡിയോ ആയിട്ടാണ്. ഇതുവരെ നമ്മുടെ ചാനലിൽ വരാത്ത ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്, കുക്കിംഗ് വീഡിയോ. അപ്പം എന്തുകൊണ്ടാണ് കുക്കിംഗ് വീഡിയോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം ലോക്ക്ഡൌൺ ഒക്കെയാണ്, അപ്പോൾ ട്രാവൽ ചെയ്യാനുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാംഗ്ലൂരിലാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം എത്രത്തോളം റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ സത്യവാങ് കാര്യങ്ങളൊന്നും അല്ല. ഇവിടെ ചെക്കിങ് കാര്യങ്ങൾ കുറച്ച് സ്ട്രിക്റ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം മൺഡേ മുതൽ ഇവിടുത്തെ കുറച്ച് റിലാക്സേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മുടെ ഒരു 10-15ഓളം വീഡിയോ നമ്മുടെ മുന്നിൽ വരാൻ പോകുന്ന 10-15ഓളം വീഡിയോ നമ്മൾ ഈ കുക്കിംഗ് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അപ്പം ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട കാര്യമാണ്. പക്ഷെ അറിയാം കുറച്ച് ആൾക്കാർക്കൊക്കെ ഈ കുക്കിംഗ് വീഡിയോ വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഈ 10-15 വീഡിയോ ഒരു സീരീസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണമായിരിക്കും. നമ്മൾ വീണ്ടും 10 വീഡിയോയ്ക്ക് ശേഷം വീണ്ടും ട്രാവൽ വീഡിയോ ആയിട്ട് നമ്മൾ ഈ ചാനലിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും. സ്റ്റാർ ബസാർ പോയിട്ട് നമ്മൾ കുറച്ച് നൂഡിൽസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 4-5 ടൈപ്പ് നൂഡിൽസ് ഉണ്ട്. ഈ നൂഡിൽസ് നമ്മളിന്ന് പാചകം ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ റിവ്യൂ പറയാൻ പോകുന്നത്. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇകഴ്ത്തി കാണിക്കാനുള്ള വീഡിയോ കാര്യങ്ങളൊന്നുമല്ല. എന്റെ ടേസ്റ്റ്, ഓരോ ആൾക്കാർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. അപ്പം ചില ആൾക്കാർക്ക് മാഗി ഇഷ്ടപ്പെടുന്നുണ്ടാവും, ചില ആൾക്കാർക്ക് യപ്പി ഇഷ്ടപ്പെടും. അങ്ങനെ ഓരോ ആൾക്കാർക്ക് ഓരോ ഇഷ്ടങ്ങളായിരിക്കും. അപ്പം ഞാനിപ്പം ചെയ്യാൻ പോകുന്ന ഈ ഒരു 5 നൂഡിൽസ്, ഇത്രയും നൂഡിൽസ് മാത്രമേ അവിടെ അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ. മാർക്കറ്റിൽ അവൈലബിൾ ഈ 5 നൂഡിൽസ് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് നടത്താൻ പോകാണ്. ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആയിരിക്കും. ഇതൊന്നൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇതൊരു ഫൺ വീഡിയോ ആയിട്ട് എടുത്താൽ മതി നിങ്ങളൊക്കെ. അപ്പൊ ഇത് നമ്മൾ ഫസ്റ്റ് നമ്മളെ കയ്യിലുള്ളത് യപ്പി ആണ്, സൺഫീസിന്റെ യപ്പി. അപ്പൊ ഇത് പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ്. അപ്പം ഇത് ടാറ്റ, ഇത് നാട്ടിലൊന്നും കൂടുതലായിട്ട് അവൈലബിൾ അല്ലാത്തൊരു ഒരു നൂഡിൽസ് ആണ്. ടാറ്റയുടെ ഫാബ്സ്റ്റാ മസാല എന്നിട്ടുള്ള നൂഡിൽസ് ആണ്. അതുപോലെ നമ്മുടെ കയ്യിൽ മാഗി നമ്മളെ പണ്ട് മുതലേ നമ്മൾ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ച മാഗി നൂഡിൽസ് ആണ്. ഈ ഒരു നൂഡിൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ഒരുപാട് വെറൈറ്റീസ് ഓഫ് നൂഡിൽസ് ഒക്കെ ഇറങ്ങിയിരിക്കുന്നത്. അതുകൂടാതെ ഇപ്പം നമുക്ക് ടോപ്പ് റമന്റെ കറി നൂഡിൽസ് എന്ന് പറഞ്ഞൊരു നൂഡിൽസ് ഉണ്ട്. ഇത് ഒരു ഫ്ലാറ്റ് നൂഡിൽസ് ആണ്, മറ്റേതുപോലെ റൗണ്ട് ഷേപ്പ് പോലെ നൂഡിൽസ് അല്ല. പിന്നെ ചിങ്സിന്റെ ഒരു ഷേഷ്വാൻ നൂഡിൽസ്. ഈ ചിങ്സ് നൂഡിൽസ് ഒരുപാട് ആൾക്കാർക്ക് നല്ല പരിചയമുണ്ടാകും. കാരണം സൂപ്പർ മാർക്കറ്റിലൊക്കെ ബൈ വൺ ഗെറ്റ് വൺ എന്നൊക്കെ എപ്പോഴും ഈ ഒരു ചിങ്സ് നൂഡിൽസിന്റെ പരസ്യം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ സെറ്റ് ആവണല്ലേ. കാരണം ഫസ്റ്റ് നമുക്ക് മാഗി പ്രിപ്പയർ ചെയ്യാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ പുതിയ സെറ്റപ്പ് എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റിൽ അയക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് നല്ലോണം ചൂടാവണം. നമ്മൾ മാഗി ചെറുതായിട്ട് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് കൊടുക്കാം. നമ്മുടെ മാഗിക്കൊക്കെ എപ്പോഴും ഒരു നൊസ്റ്റാൾജിക്കൽ ഫീലിംഗ് ഉണ്ട് കേട്ടോ. ബാച്ചിലറേക്കും മറ്റൊക്കെ താമസിക്കുമ്പോഴൊക്കെ ഈ ഒരു സാധനം നമുക്ക് രക്ഷയിട്ടുണ്ടായിരുന്നത്. അപ്പം ആ മാഗിയുടെ മസാല നമ്മൾ അതിലേക്ക് ഇടുകയാണ്. ചില ആൾക്കാരൊക്കെ മസാല ഇടുമ്പോൾ കുറച്ച് മുളക് പൊടിയും അതുപോലെ അത്യാവശ്യം വെജിറ്റബിളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് പ്ലെയിൻ മസാല. അതിലൊക്കെ എന്തൊക്കെ മസാലയൊക്കെ ഉള്ളത് ആ മസാല മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ മാഗി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ചോയ്സ് കുറച്ച് ഡ്രൈ ആയിട്ടാണ്. ചില ആൾക്കാർ ഇത്തിരി ജ്യൂസി ആയിട്ടൊക്കെ ആയിട്ട് കഴിക്കുന്നുണ്ട്. എൻ്റെ ചോയ്സ് എന്ന് വെച്ചാൽ ഡ്രൈ ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഏകദേശം നല്ല ഡ്രൈ ആയിട്ട് നല്ല സ്മൂത്തായിട്ട് സിൽക്കി പോലെ നിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാ നൂഡിൽസ് ആയ ശേഷം ഒരുമിച്ച് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടുത്ത നൂഡിൽസ് എടുക്കാം. അടുത്ത നമ്മൾ ടാറ്റയുടെ ഒരു നൂഡിൽസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ വെള്ളം എടുക്കാം. നമ്മൾ ഈ വീഡിയോ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ സെയിം പ്രൊസീജിയർ നൂഡിൽസ് ഉണ്ടാകുന്ന എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അങ്ങനെ ഫാസ്റ്റ് ചെയ്ത് പോകാം. ടാറ്റയുടെ ഫാബ്സ്റ്റാ നമ്മളിത് പൊട്ടിക്കാണ്ടിടുക കേട്ടോ. കാരണം ചെറിയ നൂഡിൽസ് അല്ലേ, ഇത് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങനെ തന്നെ ഇതിലേക്ക് ഇടാം. സ്റ്റാർ ബസാർ എന്ന് വെച്ചാൽ ടാറ്റയുടെ ഒരു ശൃംഖലയാണ്. അപ്പോൾ അവരുടെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പം അതിൽ വരുന്നതാണ് ഫാബ്സ്റ്റാ. അപ്പോൾ നമ്മുടെ ടാറ്റയുടെ ഫാബ്സ്റ്റയുടെ മസാലയും ഏകദേശം മാഗിയുടെ അതേ ഒരു മണം തന്നെയാണ് കേട്ടോ. സെയിം
ടേസ്റ്റ് തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫാബ്സ്റ്റാ നൂഡിൽസ് റെഡി ഉണ്ട്. അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് അടുത്ത നൂഡിൽസിലേക്ക് കിടക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചിങ്സിൻ്റെ ഷേഷ്വാൻ നൂഡിൽസ് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. പൊട്ടിക്കുന്നില്ല, അങ്ങനെ തന്നെ ഇടാം. ഇതിൻ്റെ ക്വാണ്ടിറ്റി ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരു 10 ഗ്രാം കുറവാണ് കേട്ടോ. മറ്റേ നൂഡിൽസൊക്കെ 70 ഗ്രാംസ് ആണ്. ഈ ഒരു നൂഡിൽസ് മാത്രം 60 ഗ്രാംസ് ആണ്. അപ്പം അത് ക്വാണ്ടിറ്റിയിലും ശരിക്കും കാണാനുണ്ട്. 10 ഗ്രാം ശരിക്കും മനസ്സിലാകുന്നു കേട്ടോ. ഇത് ചിങ്സിൻ്റെ സീക്രട്ട് മസാലയാണ്. മണത്തിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഒരു ചൈനീസ് ടേസ്റ്റ്, ഒരു ചൈനീസ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ എങ്ങനെയുള്ള ഒരു മണം, ആ ഒരു ചെറിയൊരു മണമുണ്ട്. വളരെ വ്യത്യസ്തം. ഞാൻ ഈ നൂഡിൽസ് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. ഇതുവരെ ഈ സാധനം ട്രൈ ചെയ്തിട്ടില്ല. എപ്പോഴും ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഒക്കെ ഈ ഒരു സാധനം 50% ഓഫിലേക്കാണ്. ഇതുവരെ വാങ്ങണമെന്ന് വെച്ചിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ പൊടിയാണെങ്കിൽ തന്നെ നല്ല നൈസ് പൊടിയാണ്. നമ്മുടെ മാഗി നൂഡിൽസ് ഒക്കെ ആണെങ്കിൽ ചെറിയൊരു തരിയൊരു സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ പൊടിച്ച് ഇത് നല്ല നൈസ് മണം. ഒരു കുത്തുന്ന മണം വരുന്നുണ്ടോ. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് അല്ല കേട്ടോ, ഡിഫറെൻറ്റ് സ്മെല്ലാട്ടോ. ടേസ്റ്റ് നമ്മളിനിയും ചെയ്തിട്ടില്ലല്ലോ. ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടറിയണം. എനിക്ക് തോന്നുന്നു ചിങ്സിൻ്റെ ഈ ഒരു നൂഡിൽസ് കുറച്ച് സ്പൈസി ആയിരിക്കും കേട്ടോ. ഈ ഒരു സ്മെല്ല് തന്നെ നമുക്ക് ശരിക്കും മനസ്സിലാകുന്നത്. ചെറിയൊരു സ്പൈസി ഒരു ഫീലിംഗ് വരുന്നുണ്ട് ഈ ഒരു സ്മെല്ല് തന്നെ. നല്ല ചുവന്ന മുളകിൻ്റെ ഒരു മണം. അങ്ങനെ നമ്മളെ ചിങ്സ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നെക്സ്റ്റ് നമുക്ക് യിപ്പീ നൂഡിൽസ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ് എങ്ങനെയുണ്ടെന്ന് നമ്മൾ കമൻറ്റ് ചെയ്യണം. പുതിയ സ്റ്റുഡിയോ സെറ്റപ്പ് എങ്ങനെയുണ്ട്? നല്ല കളർഫുൾ ആണോ? അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണോ? നിങ്ങൾ എന്തായാലും സാറല്ല, നിങ്ങൾ എന്താണ് കമൻറ്റിലേക്ക് ഇടണം കേട്ടോ. യിപ്പീ മസാല നമ്മളെ സൗത്ത് ഇന്ത്യൻ മസാലയായിട്ട് ചെറിയൊരു മാച്ചിങ്ങുള്ള സംഭവം കേട്ടോ. അതിൽ കുറച്ച് ക്യാരറ്റും അതുപോലെ ബീൻസും ഒക്കെ ചെറിയ ഡ്രൈ പീസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വിടർന്ന് വന്നിട്ടുണ്ട്. വെള്ളം തട്ടിയിടും. അപ്പോൾ ഏകദേശം നമ്മുടെ യിപ്പീ നൂഡിൽസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ യിപ്പീ നൂഡിൽസ് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് നൂഡിൽസ് ആണ് ടോപ്പ് റമൻ്റെ കറി നൂഡിൽസ്. ഇത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാം കേട്ടോ. ഇതിൽ കാണുമ്പോൾ തന്നെ ഒരു വ്യത്യസ്തമാണ്. അതിൻ്റെ പുറമേയുള്ള ഫോട്ടോ കാണുമ്പോൾ തന്നെ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിസിൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആയത്. ഇത് മറ്റുള്ള നൂഡിൽസുമായിട്ട് വളരെ വ്യത്യാസമാണ്. ഇത് നല്ല ഫ്ലാറ്റ് ടൈപ്പ് ഒരു നൂഡിൽസ് ആണ്. അപ്പോൾ ടോപ്പ് റമൻ്റെ മസാല നമ്മളൊരു എന്തോ ഒരു കറി മണക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ സാമ്പാറോ മഞ്ഞളോ അങ്ങനത്തെ എന്തോ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മണം കേട്ടോ. മൈ ഗോഡ്, മുക്കിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ടോപ്പ് റമൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ചെറിയൊരു കേബേജൊക്കെ മുറിച്ചിട്ട് എങ്ങനെ ഉണ്ടാവും. ഏകദേശം അതേ ഒരു ഷേപ്പിലാട്ടോ. ഞാൻ കളിയാക്കി പറഞ്ഞാല സെയിം അതേ ഒരു ഇതിലാണ്. മണവും നോക്കുമ്പോൾ നമ്മൾ ഏതോ ഒരു പച്ചക്കറീൻ്റെ ഒരു മണമാണ് വരുന്നത്. നമുക്ക് എന്തായാലും ഇതും നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ 5 നൂഡിൽസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അതിൻ്റെ റിവ്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ എല്ലാ നൂഡിൽസും ഇവിടെ റെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ തണിഞ്ഞു പോകുമ്പോൾ നമുക്ക് മെല്ലെ തട്ടാം. സാമി നമ്മളെ കൂടെ ഉണ്ട്. അപ്പം സാമി അവർക്ക് ഇഷ്ടപ്പെട്ട നൂഡിൽസ് ഏതാ നമ്മൾ പറയും. എനിക്ക് ഇഷ്ടപ്പെട്ട നൂഡിൽസ് ഇത് കഴിച്ചിട്ട് ഞാനും പറയുന്നതാകും. അപ്പോൾ സാമി പറ, ഏതാ എനിക്ക് ഇഷ്ടപ്പെട്ട നൂഡിൽസ്? ഏതാ ഫസ്റ്റ് എടുക്കട്ടെ? കാണാൻ ഏതാ ഇഷ്ടപ്പെട്ടെ? പറ, ഏതാ വേണ്ടേ? വെജിറ്റബിൾ നൂഡിൽസ്, യിപ്പീ നൂഡിൽസ്. ഓക്കെ, അപ്പോൾ സാൻവിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് യിപ്പീ നൂഡിൽസ് ആണ്. അപ്പോൾ സാൻവി ടേസ്റ്റ് ചെയ്ത് പറയും. ഓക്കെ സാൻവി ടേസ്റ്റ്. ചൂടുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, സാൻവി നൂഡിൽസ് തിന്നുന്നതിൽ എക്സ്പേർട്ട് ആട്ടോ. ഭയങ്കര ഫേവറേറ്റ് സാധനമാണല്ലേ. യമ്മിയാ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പോൾ ഞാൻ തീർക്കരുത്, എനിക്ക് കൂടി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഫാബ്സ്റ്റയുടെ ടാറ്റയുടെ ഫാബ്സ്റ്റ എന്നിട്ടുള്ളൊരു നൂഡിൽസ് ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോകണം. കൊള്ളാം. ഓക്കെ, നമുക്ക് ലാസ്റ്റ് പറയുന്നതായിരിക്കും ഏതായിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന്. അപ്പോൾ നെക്സ്റ്റ് ഏതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്? ദിസ് വൺ. റെഡ് കളർ മാത്രമേ ഇഷ്ടപ്പെടൂ. എടുത്തോ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇതിലേതാ ഇഷ്ടപ്പെട്ടെ? ഏതാ ഇഷ്ടപ്പെട്ടു? ഇതോ ഇഷ്ടപ്പെട്ടെ? രണ്ടും ഇഷ്ടപ്പെട്ടു. സെയിം ടേസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഞാൻ വന്നിട്ട് മാഗി സ്പെഷ്യൽ. നമ്മളെ മാഗിനെ കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ടേസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഏതാ വേണ്ടത്? It's not cabbage.
ടേസ്റ്റ്. ഓക്കെ, ഞാൻ തരാം. ദിസ് ലുക്ക് ലൈക്ക് നൂഡിൽസ്, റൈറ്റ്? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം നമ്മളിതാ ബാക്കിയുള്ള അപ്പോൾ നമ്മൾ ഷേഷ്വാൻ നൂഡിൽസ് ബാക്കിയുണ്ട്. അപ്പോൾ ഷേഷ്വാൻ നൂഡിൽസ് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. നല്ല സ്പൈസി ആണോ? ഐ ലവ് ദേശി ചൈനീസ്. ഇതെല്ലാം കൂടി ചൈനീസിനാണോ? പിന്നെ എഴുതിയ കാണാം, ഐ ലവ് ദേശി ചൈനീസ്. അതായത് ചൈനീസുകാരെ ഭക്ഷണമായിട്ട് ഇന്ത്യൻ ടേസ്റ്റ് മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കിയൊരു സാധനമാണിത്, ചൈനീസ് ടേസ്റ്റ്. ഓക്കെ, സത്യമാണ് കേട്ടോ. അപ്പം ഞാൻ തായ്ലൻഡൊക്കെ പോയിട്ട് നൂഡിൽസ് കഴിച്ചപ്പോൾ ഈ ഒരു നൂഡിൽസിന് ടേസ്റ്റ് ആയിരുന്നുണ്ടായിരുന്നേ. എന്തായാലും ഞാൻ ടോപ്പ് രമൺ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ടോപ്പ് രമൺ ടോപ്പ് രമൺ കറി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഇത് നമ്മളെ ടോപ്പ് രമൺ എന്ന് പറഞ്ഞിട്ട് നല്ല എന്താ പറയുക, ജ്യൂസി ആയിട്ട് കഴിക്കേണ്ട സാധനമാണ്. നമ്മളെ ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മൾ നല്ല എന്താ പറയുക, ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. കേവലൻ കേട്ടോ, കേവലനാണ്. ഓക്കെ, അപ്പം സാനു എല്ലാം ടേസ്റ്റ് ചെയ്തോ. അപ്പോൾ സാനു മാഗി ടേസ്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ സാനു അതും കൂടി ചെയ്യട്ടെ. ഇഷ്ടപ്പെട്ടു. അപ്പം ഇനി എപ്പിയും കൂടി നമ്മൾ ടേസ്റ്റ് ചെയ്യാനുള്ളൂ. നമ്മൾ രണ്ടുപേരും എല്ലാം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എപ്പിയും കൂടി ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റിംഗ് പരിപാടി ചെയ്യും. ആസ് യൂഷ്വൽ സൂപ്പർ. അപ്പം സാനു പറ, സാനുക്ക് ഏത് നൂഡിൽസ് ഇഷ്ടപ്പെട്ടെ? ഇതും ഇതിലേതാ ഇഷ്ടപ്പെട്ടെ? ഇത് രണ്ടിലേതാ ഇഷ്ടപ്പെട്ടെ? എനി വൺ ഇൻ സെലക്ട്, ഇത് ദിസ് ഓർ ദിസ് വൺ. അപ്പോൾ സാനുക്ക് യപ്പി നൂഡിൽസ്, ITCയുടെ യപ്പി നൂഡിൽസ് ആണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എനിക്കേതാ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത് രണ്ടും, അതായത് നമ്മുടെ ടാറ്റയുടെ ഫാബ്സ്റ്റയും മാഗിയും സിമിലർ ടേസ്റ്റാണ്. എനിക്ക് വലിയ വ്യത്യാസമായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ ഉണ്ടാക്കുന്നതിൽ കുറച്ച് വാട്ടർ കൂടി പോയത്, ഇതിൽ കുറച്ച് വാട്ടർ കുറഞ്ഞുകൊണ്ട് കുറച്ചൊരു ഡ്രൈനെസ് ഉണ്ട്. അതർവൈസ് ഇത് രണ്ടും സെയിം ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് മാഗിനെ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം മാഗീൻ്റെ ആയിട്ടൊരു ടേസ്റ്റ് ഉണ്ട്. നൂഡിൽസ് എന്നാൽ നമ്മളെ പഠിപ്പിച്ചത് മാഗി തന്നെയാണ്. അപ്പം ഇത് രണ്ടും ഒരേ ടേസ്റ്റാണ്. പിന്നെ ഇത് ഞാൻ തൽക്കാലം സൈഡിലേക്ക് മാറ്റിയേക്കാം, കാരണം ഇതിനെ ഞാൻ നൂഡിൽസ് ആയിട്ട് കണക്കൂട്ടുന്നില്ല. കാരണം ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇത് നൂഡിൽസ് ആയിട്ട് കണക്കൂട്ടാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ സൈഡിലേക്ക് മാറ്റുന്നതാണ്. അപ്പം ഇത് രണ്ടും വെച്ച് കണക്കൂട്ടുകയാണെങ്കിൽ യപ്പി നൂഡിൽസിൽ വെജിറ്റബിൾ ഉണ്ട്, ഇതിൽ വെജിറ്റബിൾ ഇല്ല. ബട്ട് ഇത് സ്പൈസിയാണ്, ഡാം സ്പൈസിയാണ്. ഇതിൻ്റെ ഒരു 3 ഇരട്ടി സ്പൈസി ഇതുണ്ട്. ഈ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിങ്സ് സ്പൈസി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ചിങ്സിൻ്റെ ഈ നൂഡിൽസ് നിങ്ങൾക്ക് പോവാം. സ്പൈസി ഇഷ്ടപ്പെടാത്ത നമ്മുടെ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് യപ്പി നൂഡിൽസ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം കുട്ടിയെ കൊടുക്കുന്നതാണെങ്കിൽ ഇത് ഞാൻ സൈഡിലേക്ക് മാറ്റിയേക്കാം കേട്ടോ. അതേപോലെ അങ്ങനെ നമ്മൾ 3 ഐറ്റം കൂടി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 3 ഐറ്റംസിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. മാഗിയുടേതായ ടേസ്റ്റ് ഉണ്ട്, യപ്പിക്ക് യപ്പിയുടേതായ ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇത് രണ്ടും എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മാഗി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് യപ്പി ഇഷ്ടപ്പെടും, യപ്പിയുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമ്മുടെ ഫാബ്സ്റ്റയുടെ ഈ ഒരു നൂഡിൽസ് ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഈ ഒരു 3 നൂഡിൽസാണ് നമ്മൾ ഫൈനലൈസ് ആക്കിയിരിക്കുന്നത് അല്ലേ. സാനുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നൂഡിൽസ് ഇതാണല്ലേ? ഇതാണോ ഈ നൂഡിൽസാണോ അതാണോ? ഇതല്ലേ? ഓക്കെ, സാനുക്ക് ഇഷ്ടപ്പെട്ട നൂഡിൽസ് ഇതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടത് 3 ഇത് 3 നിങ്ങൾക്ക് കണ്ണും പൂട്ടി കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ ഇത്രയും നേരം ക്യാമറ ഹാൻഡിൽ ചെയ്തത് എൻ്റെ വൈഫാണ്. അപ്പം വൈഫിൻ്റെ ടേസ്റ്റും കൂടി നോക്കിയിട്ട് നമ്മൾ ഒന്നും കൂടി ഫൈനലൈസ് ചെയ്യുന്നതായിരിക്കും. അവൾ ഇത്രയും നേരം ക്യാമറയുടെ ബാക്കിൽ തന്നെയാണ്, നമുക്ക് ക്യാമറ മുമ്പിൽ വരാൻ താല്പര്യമില്ല ഇപ്പോൾ തൽക്കാലം. അതുകൊണ്ട് തന്നെ അവൾ ടേസ്റ്റ് ചെയ്തിട്ട് അവളെ ടേസ്റ്റ് നമ്മൾ ലാസ്റ്റ് പറയുന്നതായിരിക്കും കേട്ടോ. ജോസ്ന എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോസ്നയുടെ അഭിപ്രായം പറ, അവിടെ തന്നെ പറഞ്ഞു. ഇങ്ങോട്ട് ക്യാമറ മുമ്പിൽ വരാൻ പറ്റില്ലെങ്കിൽ കുറച്ച് ഒച്ചത്ത് പറഞ്ഞോ, മൈക്ക് കൂടിയാണ്. ഫസ്റ്റ് ചോയ്സ് മാഗി, ഓക്കെ. സെക്കൻഡ് യപ്പി, തേർഡ് ചിങ്സ് ആണോ? ഓക്കെ, തേർഡ് ചിങ്സ് ആണ്. ഫോർത്ത് ഫാബ്സ്റ്റാ. എവിടെ ഫാബ്സ്റ്റ? നമ്മളൊക്കെ ടേസ്റ്റ് ചെയ്യുന്ന മുമ്പ് ഒരാൾ ബാക്കിൽ നിന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ ക്യാമറയിൽ കുടിക്കില്ല, കളറല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ നൂഡിൽസിൻ്റെ വിശേഷം. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം ഇതുപോലത്തെ ഒരു 10-15 വീഡിയോ വരാനുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം നമുക്ക് ഇനി ട്രാവൽ മാത്രം കണ്ടിന്യൂ ചെയ്യണം, അതോ ഇതുപോലത്തെ ചെറിയ ചെറിയ
ഫുഡ് റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പം അതിനും പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അല്ലേ. ബൈ.